ഹലോ, നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ നോക്കാം. കഥയിൽ നമ്മുടെ അനാമിക അങ്ങോട്ട് വിളിച്ച് പറയണം, അമ്മേ ആകെ പെട്ടിരിക്കുകയാണ് അച്ഛനും അമ്മയും കൂടെ വേഗം ആ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യും. ഇവിടുന്ന് ഇവർ അന്വേഷിച്ച് വരാൻ നിൽക്കുന്നുണ്ട്. അവർക്ക് ആ സ്ഥലം കാണണത്രേ. ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ പിടിച്ചിരിക്കാൻ യാതൊരു വഴിയും കാണില്ല. ഇവിടുത്തെ കാര്യമൊക്കെ ആകെ കഷ്ടമാണ് എന്നിങ്ങനെ പറയാണ് അനാമിക. അല്ലെങ്കിൽ ആകെ പൊളിഞ്ഞ് പാളീസാവും. ഇതുവരെയും പിടിച്ചു നിന്ന കള്ളങ്ങൾ പോലെ ആവില്ല. അപ്പോൾ ദേവയാനിയാണെങ്കിൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇവരുടെ കളത്രങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെയെങ്കിലും അച്ഛനും അമ്മയും എന്തെങ്കിലും ഇത് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഫോൺ വെക്കുകയാണ്. അപ്പോൾ പറയും, എന്തൊരു കഷ്ടമാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയുകയാണ് വേണും രേവതിയും കൂടെ. അപ്പോൾ പറയും, മനുഷ്യ എന്തെങ്കിലും ഒന്ന് ചെയ്യ്, നമ്മൾ എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞു നിൽക്കുന്നത് അറിയും. അപ്പോൾ പറയും, ഇന്നലെ തുടങ്ങിയതൊന്നല്ല ഈ കള്ളങ്ങളും കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട്. നമ്മളെ മകൾ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ആ നെക്ലസ് കണ്ടിട്ട് ആ നെക്ലസ് കൊടുത്ത ആൾ ഉണ്ടല്ലോ, ഒരു എന്താ പലിശക്കാരൻ, അവനോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുവിധമാണ് പറഞ്ഞ് നിർത്തിയത്. അപ്പോൾ അധികം വൈകാതെ തന്നെ കടം വീട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും വല്ലാണ്ട് തലപൊക്കി വരില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഓണർ ഒരു അമേരിക്കക്കാരൻ, അയാൾ ഇപ്പോഴൊന്നും നാട്ടിലേക്ക് വരില്ല. പിന്നെ ഒരു ഇടനിലക്കാരനുള്ളത്, അയാളൊന്ന് കണ്ട് സംസാരിക്കട്ടെ, എന്നിട്ട് പിന്നെ ഇവരുടെ സംശയമായിട്ട് മാറ്റി കൊടുക്കാം, അല്ലാണ്ട് അപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറയും. എന്തായാലും അവൾ ഇനി അവിടെ അധികം നാളും പോകും തോന്നുന്നില്ല. അതിൻ്റെ മുന്നേ അവിടുന്ന് എന്തെങ്കിലും കിട്ടാവുന്നത്ര കടിച്ചു മാറ്റി കൊണ്ടുവരാമെന്നുള്ള പ്ലാൻ തന്നെയാണ് മൂന്നാൾക്കും. അങ്ങനെ അവിടുന്ന് പിന്നെ ദേവയാനിയും പോകാൻ നിൽക്കുകയാണ് ഇവിടേക്ക്. അവിടെ എന്താ പറയുക, സ്ഥലം കാണാൻ പോകണം. അതിൻ്റെ മുന്നേ അബിയും നവ്യയും കൂടെ ഇവിടേക്ക് വരുന്നുണ്ട്, നവ്യയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഇയാൾ ഇങ്ങനെ എന്തൊക്കെയോ പെയിൻറ്റിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദൻ. അപ്പോഴാണ് ഇവർ വരുന്നത്. പക്ഷേ ഇപ്പോൾ പുള്ളിക്ക് അവർ വരുന്നതേ ഇഷ്ടമല്ല. അവിടെ വരുമ്പോഴേക്കും കനകി ഓടി വരണം, ആ അമ്മമ്മയുടെ കുഞ്ഞേന്ന് പറഞ്ഞ് ഓടി വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞിനെ എടുത്തുകൊണ്ട് രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വന്നിരിക്കുക. അപ്പോൾ പറയും, ഞാൻ ഓഫീസിൽ പോകുമ്പോൾ അവൾക്ക് അവിടെ നിൽക്കുന്നതേ ഇഷ്ടമല്ല നവ്യയ്ക്ക്, അതുകൊണ്ട് ഞാൻ ഇവിടെ കൊടുന്നാക്കുന്നത് നവ്യനെയും മോനെയും. എവിടെയാകുമ്പോൾ പിന്നെ എനിക്ക് തിരിച്ചു പോകുമ്പോൾ വിളിച്ചും കൊണ്ട് പോകാമല്ലോ, അതിനാണ് ഇവിടെ കൊടുന്നാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നവ്യ എടുത്ത വഴിക്ക് അറിയും, കണ്ടോ അച്ഛാ, പിന്നെ അവിടുത്തെ മുത്തശ്ശൻ മുഖത്തടിച്ചതാണ് ഇവൻ്റെ അബിയുടെ അറിയും. അതെന്തിന് നോക്കി ഇവർ, അതൊന്നുമില്ല, ആ സ്വർണം പിന്നെ സെയിൽസ് ചെയ്യുന്ന സമയത്ത് ഇത് ബില്ല് കൊടുക്കാതെ സെയിൽസ് ചെയ്തു, അങ്ങനെയാകുമ്പോൾ നല്ല സെയിൽസ് കിട്ടും, പിന്നെ സെയിൽ ടാക്സിൽ കാശും കൊടുക്കണ്ടല്ലോ അധികം, അങ്ങനെ ചെയ്ത് അതിനാണെന്ന് പറയും. അപ്പോൾ പറയും, മൂർത്തി സാറ് വളരെ പിന്നെ സത്യസന്ധമായിട്ട് കൊണ്ടു നടന്ന ഇതല്ലേ, പിന്നെ കമ്പനിയല്ലേ, അപ്പോൾ അതിലൊക്കെ ജ്വല്ലറി അല്ലേ, അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ തിരിമറി നടത്തുമ്പോൾ അദ്ദേഹത്തിന് അത് വിഷമം ഉണ്ടാക്കുന്നതല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് പറയുമ്പോൾ അബിക്ക് ഒരു വിഷമം പോലെ, അച്ഛാ അതിനത്ര വലിയ തെറ്റൊന്നുമല്ല, അത് എല്ലാവരും ചെയ്യുന്നതാണ്, പക്ഷേ ഞാൻ എന്തായാലും ഒരു ഇത് സ്വന്തമായിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അതായത് ഒരു ബ്രാഞ്ച് അവൻ്റെ പേരിലുണ്ടല്ലോ, അപ്പോൾ ആ ബ്രാഞ്ച് എങ്ങനെ ഉയർത്തി കൊണ്ടുവരാം എന്നുള്ളതിലാണ്. പക്ഷേ ഇങ്ങനെ കള്ളത്തരം ചെയ്തിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പറയും, ആ കളവിന് എന്തൊക്കെ ചെയ്താൽ ആ കളവിന് രണ്ട് തരാമെന്ന് പറയുമ്പോൾ ഗോവിന്ദൻ ചീത്ത പറയും, നീ എന്താ ഈ പറയുന്നത്, നീ ആരെയാണ് അങ്ങനെ വിളിക്കേണ്ടതെന്ന് പറയും. അതിൽ പെട്ടെന്ന് നവ്യ ചീത്ത പറഞ്ഞപ്പോൾ നവ്യ ഇങ്ങനെ അറിയും, അവിടെ ഉള്ളവർ പലതും വിളിക്കും, അത് കേട്ട് നീ വിളിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് നവ്യ ചീത്ത അറിയണം. അല്ലാണ്ട് എന്താ അച്ഛാ ചെയ്യാതിരിക്കുമ്പോൾ, അദ്ദേഹം വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനാണ്, അദ്ദേഹം നടത്തിക്കൊണ്ടുവന്ന കമ്പനികളിൽ തിരുമറി നടത്താൻ ആർക്കായാലും ദേഷ്യം വരില്ലേ എന്നൊക്കെ അങ്ങനെ പറയും. അതിലും വലിയ തെറ്റാണ് ആദർശ് ചെയ്തത്. ആദർശിന് കല്യാണത്തിന് മുന്നേ ഒരു കുഞ്ഞുണ്ടായി. അപ്പോൾ അത് പറയുന്നത് പിന്നെ അബിയാണ്. അപ്പോൾ പറയും, എന്നിട്ട് ഞാൻ ഏറ്റെടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്, അത്രയും ഞാൻ ചെയ്തപ്പോൾ അവരത് വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ പിന്നെ അതിനൊന്നും ഒരു തെറ്റുമില്ല. ആദർശേട്ടനും അനി എന്ത് ചെയ്താലും അവർക്കൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അവർക്ക് പ്രശ്നം. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതല്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയും. ആദർശം പിന്നെ ഗോവിന്ദനും കണക്കി ഇങ്ങനെ പല്ല് കടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും നല്ല മാറ്റമുണ്ട്, അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം തന്നെ ഇപ്പോൾ ശരിയല്ല, അച്ഛനും അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് പറയും. അപ്പോൾ പറയാം, അവരിവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ മൂട്ടി കൊടുത്തിട്ടുണ്ടാവും ആദർശേട്ടനും
നയനടുത്തേയും കൂടെ വന്നിട്ട് മൂട്ടി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പോവുകയാണ്. നവ്യ അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ പിന്നാലെ അഭിയും പോകുന്നുണ്ട്. അഭി പോകുമ്പോൾ പറയുക, ഗോവിന്ദൻ പറയും അവൻ്റെ മറ്റേ കാരണത്ത് ഒരെണ്ണം കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. നുണയും പറഞ്ഞു, എന്തൊരു വൃത്തി കെട്ടവനാണ് അവൻ, അവൻ ഇങ്ങനെയൊക്കെ നുണ പറഞ്ഞ് പിടിച്ച് നിൽക്കാൻ പറ്റുന്നത് എന്ന് പറയും. ഇപ്പോൾ കനക പറയും അവനെ തലയിലേറ്റി കൊണ്ട് നടക്കാൻ എന്താ അവളും, പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് അവനെങ്ങനെ ആദർശിനെ കുറ്റം പറയാൻ തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറയണേ. അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്കും നവ്യ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കനകയൊന്നും പോയില്ല, കനക കുഞ്ഞിനെയും കൊണ്ടിരുന്നു. അപ്പോൾ ചായ ഉണ്ടാക്കി കൊടുത്ത് അത് കുടിക്കുകയാണ് നവ്യയും അഭിയും കൂടെ. അപ്പോൾ പറയും ഇവിടെ അച്ഛനും അമ്മയ്ക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, മറ്റേത് നമ്മൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊന്നും അല്ല അവർ പെരുമാറുക എന്നറിയാം. അപ്പോൾ അവൾ നയനയും ആദർശേട്ടനും കൂടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവും, മൂട്ടി കൊടുത്തിട്ടുണ്ടാവും, അതും കൊണ്ട് തന്നെയാണ് സംഭവം, വേറൊന്നുമല്ല എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ പറയും എന്തൊരു കഷ്ടം നോക്ക്, ഞാൻ സത്യസന്ധമായിട്ട് ജീവിച്ചിട്ടും കാര്യമില്ല, അതാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും സാരല്ല അഭി, പിന്നെ അനി അത്ര വലിയ തികഞ്ഞ പുള്ളിയൊന്നുമല്ലല്ലോ, അവനങ്ങനെ ഉണ്ടായിട്ടാണല്ലോ ഇവിടെ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നത്. അപ്പോൾ അനാമികയ്ക്ക് പിന്നെ വിഷമമില്ലാതിരിക്കുമോ, അവൻ്റെ ഭർത്താവ് വേറൊരു പെണ്ണിൻ്റെ കൂടെ നടക്കുമ്പോൾ ഏത് പെണ്ണിനാണ് സങ്കടം വരിക എന്ന് അഭി പറയുക. അപ്പോൾ പറയാം അല്ല അനാമികയുടെ കാര്യം അത്ര ഇതായിട്ടൊന്നും അഭി പറയണ്ട, കാരണം അവരേ ശരിയല്ല. പിന്നെ ഞാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുഞ്ഞിനെ ഇടയ്ക്ക് എടുത്തും കൊണ്ട് നടക്കുന്നതൊക്കെ അവളാണ്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ വലിയ ഇത് പറയാതിരിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയും. അത് ശരിയാണ്, നമ്മുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്നത് അവളാണ്, വേറെ ആരും നമ്മളെ കുഞ്ഞിനെ എടുക്കാൻ വരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയണം. അനാമികനെ പിന്നെ എന്താ പറയുക വിശുദ്ധയാക്കിയിട്ടാണ് രണ്ടാളും കൂടെ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് എന്നാൽ ശരി ഞാൻ പോകാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അഭി ഇറങ്ങാണ്. അഭി ഇറങ്ങുന്ന സമയത്ത് കുഞ്ഞിനെ കൊണ്ട് കളിക്കുകയാണ് കനകയും ഗോവിന്ദനും. അപ്പോൾ പറയുക മോനെ അച്ഛനെ പോലെ ആവില്ല കേട്ടോ, മുത്തശ്ശനെ പോലെ മുത്തശ്ശനെയും വലിയച്ഛനെയും പോലെ ആയാൽ മതി കേട്ടോ, സത്യസന്ധനായി വളരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അഭി അങ്ങോട്ട് വരുന്നത്. ഞാൻ പോവുകയാണ് അച്ഛാ എന്നൊക്കെ പറയും. അപ്പോൾ എന്നാൽ ശരി അങ്ങനെ ആവട്ടെ എന്ന് പറയും. അപ്പോൾ അറിയാം ആദർശേട്ടനും നയനെടുത്ത് ആദർശേട്ടന് വഴിവിട്ട ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടായിട്ട് പിന്നെ അതിനൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. മുത്തശ്ശനാണെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമേ അല്ല, അല്ലെങ്കിൽ എന്നോ മുത്തശ്ശൻ അല്ല ആദർശേട്ടൻ്റെ MD സ്ഥാനം തെറിക്കേണ്ടതാണ്. അതിനൊന്നും ഒരു പ്രശ്നമില്ല, കാരണം അനാഥയായ ജലജയുടെ മകനല്ലേ ഞാൻ, അതുകൊണ്ടായിരിക്കും എന്നോട് ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദു അങ്ങോട്ട് വരും. നന്ദു വന്നിട്ട് അറിയാം ഇവിടെ ഉണ്ടോ അല്ല നന്ദു വന്നോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെപ്പോഴാണ് വന്നേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് നേരമായി വന്നിട്ട് എന്ന് പറയും, ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ് പറയും. അപ്പോൾ എന്താണ് അടിച്ച പാട് പറയുന്നുണ്ട്, മുഖത്തടി കിട്ടിയ പാട് പറയുന്നുണ്ട്. അപ്പോൾ നന്ദു പറയും മനസ്സിൽ നിൻ്റെ വാരിയിലാണ് അടിച്ച് ഒതുക്കേണ്ടത് എന്നറിയും, മനസ്സിലാട്ടോ പറയുന്നുണ്ട്. അപ്പോൾ പറയും കുടുംബത്ത് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആർക്കുന്നതൊരു ഇതുമില്ല ആദർശേട്ടൻ്റെ കാര്യത്തിൽ പറയും, ഇത്രയും വലിയൊരു തറവാട്ടിലാണ് ഇങ്ങനത്തെ ഒരു പിന്നെ ചീത്തപ്പേര് വന്നത് എന്നിങ്ങനെ അഭി പറയുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല, ഇതാണ് ഇങ്ങനെ ആദർശനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സപ്പോർട്ട് ചെയ്യുന്ന നയനേനെയും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഭി. അവസാനം പിന്നെ ഇവർ മുഷിഞ്ഞ് സംസാരിക്കണ്ട, എന്തായാലും അഭി പോകാൻ നോക്ക്, സമയം കളയണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെ അഭിക്ക് മുഷിഞ്ഞിട്ട് തന്നെയാണ് അവനൊരു, കാരണം ഒരു വെറുപ്പ് പോലെയാണ്. ചെയ്യുന്ന ജോലി നിങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്താൽ മതി, അല്ലാണ്ട് വേറെ ഒന്നും ഇപ്പോൾ വേണ്ട എന്നിങ്ങനെ ഒരു വാക്ക് ഗോവിന്ദൻ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ചെയ്യുന്ന ജോലി സത്യസന്ധമായിട്ടാണ്, പിന്നെ ഈ ഇത് ചെയ്യുന്നത് ഇപ്പോൾ ആരും ചെയ്യാത്തതൊന്നുമല്ല, ബില്ല് കൊടുക്കാണ്ട് സ്വർണ്ണം വെക്കുന്നത് ആരും അങ്ങനെ ചെയ്യാത്തതൊന്നുമല്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സത്യസന്ധമാണെങ്കിൽ ആരും ചോദ്യം ചെയ്യാൻ വരില്ല എന്നിങ്ങനെ ഗോവിന്ദൻ ഒന്ന് കൊള്ളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് അഭി അങ്ങോട്ട് പോവുകയാണ്. പോകുമ്പോൾ പറയും എനിക്ക് രണ്ട് കൊടുക്കാനാണ് തോന്നുന്നത് എന്നൊക്കെ അങ്ങനെ പറയട്ടോ. പിന്നെന്താണ് കള്ളത്തരങ്ങൾ. അപ്പോൾ ഇതാണ് ഇവർ എടുത്തെടുത്ത് പറയുന്നത്, കാരണം മറ്റേ സ്വർണം വിറ്റ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ അത് ഇത്ര വലിയ പൊക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് അഭി പറയുന്നത്. അതിൽ വലിയ തെറ്റ് ആദർശം ചെയ്തിട്ട് ആരും പിന്നെ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അവസാനം പിന്നെ നവ്യേച്ചി വന്നില്ല കഴിയുമ്പോൾ കനക പറയും, നവ്യ വരെ അത് പിന്നെ എൻ്റെ കയ്യിൽ കുഞ്ഞിരിക്കുമോ എന്ന് പറയുമ്പോൾ
ഞാനവിടെ കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കുകയാണ്. കുഞ്ഞിനെ എടുത്ത് കളിപ്പിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇപ്പുറത്ത് വേണും ഭാര്യയും പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നീ റെഡി ആയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മനുഷ്യ പ്രശ്നമാവുമോ, ഇനി നമ്മൾ അന്നത്തെ പോലെ സ്ഥലം നോക്കി നിൽക്കുമ്പോഴേക്കും ആരെങ്കിലും വരുമോ എന്ന് നോക്കുമ്പോൾ ഇല്ലടി, അതൊരു അമേരിക്കക്കാരനെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇടനിലക്കാരോട് ഞാൻ സംസാരിച്ചിട്ടുമുണ്ട്, പിന്നെ അതൊന്നും ആരും വരുമൊന്നുമില്ല. ഇവന്താ ഇപ്പോൾ ഇവർക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവം, ഇങ്ങനെ ഒരു സംശയം വരാൻ എന്താ കാരണം? ആ സംശയമൊക്കെ ഞാൻ തീർത്ത് കൊടുത്തോളാം. പിന്നെ കള്ളത്തരങ്ങൾ കൂടെ ഇപ്പോൾ നമ്മൾ ജീവിച്ച് പോകുന്നത് തന്നെ. ഞാൻ അത്ര പാപ്പരസായിട്ടില്ല എന്നൊന്നും അവരെ അറിയിക്കണം, അത്രയല്ലേ വേണ്ടുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അവിടുന്ന് പിന്നെ അപ്പം ഇവിടെ ഇവളിങ്ങനെ ആകെപ്പാടെ എന്താ നെരിപ്പോടിൽ നിൽക്കും പോലെ നിൽക്കുകയാണ് അനാമിക. അപ്പോഴേക്കും നമ്മളുടെ ദേവയാനി നയനിയും കൂടെ ഇറങ്ങി വരിക. അപ്പോൾ പറയും നമുക്ക് പോകണ്ടേ, സ്ഥലം കാണാൻ പോകണ്ടേ നിൽക്കും ദേവയാനി. അപ്പോൾ പോവാം, അച്ഛനോടും അമ്മോടും പറഞ്ഞില്ലേക്ക്, ഞാൻ പറഞ്ഞു പോവാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്താ നിനക്കൊരു ടെൻഷൻ പോലെ വയ്ക്കുമ്പോൾ ടെൻഷനൊന്നുമില്ല എന്ന് പറയും കേട്ടോ നയനോട്. അല്ല അവിടെ സ്ഥലം വീട് വെക്കണം എന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ അത് വീട് വെക്കാത്തതെന്ന് പറയുമ്പോൾ അതറിയില്ല, അച്ഛനെന്നെ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്. അച്ഛനും അമ്മയും അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടെന്നാൽ അങ്ങോട്ട് പോകാം. അപ്പോൾ പറയും ഞാൻ വരണോ എന്ന് ചോദിക്കും അനാമിക. അപ്പോൾ പറയും പിന്നെ മോള് വരാതെ, മോളെ സ്ഥലമല്ലേ, മോളെ പേർക്കുള്ള സ്ഥലമല്ലേ, അപ്പോൾ പിന്നെ മോള് വരാതെ എങ്ങനെയാണ് ശരിയാവുക എന്ന് പറയും. അല്ല അനിയൊന്നും വേണ്ട, നമുക്ക് പോയിട്ട് വരാം എന്ന് പറയും. എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് പോകണം. അപ്പോൾ ആദ്യം അവിടെ വേണും ഭാര്യയും വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ മനുഷ്യ പ്രശ്നമാവുമോ എന്ന് വയ്ക്കുമ്പോൾ എന്ത് പ്രശ്നമൊന്നുമില്ല, പിടിച്ച് നിൽക്കാനൊക്കെ എനിക്കറിയാം എന്ന് പറയുമ്പോഴേക്കും ഇവരങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങി അനാമിക ആദ്യം ഓടും. അമ്മേ കള്ളത്തരം പൊളിയോ എന്ന് വെച്ചിട്ടാണ് ചെല്ലുന്നത്. ഇല്ല നീ വിഷമിക്കൊന്നും വേണ്ട, അത് വേണ്ട പോലെ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അവസാനം ആരുടെയോ സ്ഥലമാണ്. അങ്ങനെ പിന്നെ നയനിയും ദേവയാനിയും കൂടി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട് സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കി വേണു ദേവയാനിയോട്. പിന്നെന്താ നല്ല കണ്ണായ സ്ഥലമല്ലേ, ഇതിപ്പോൾ എന്നാപ്പോൾ വീട് പണി തുടങ്ങുന്നത് എന്ന് പറയും. അപ്പോൾ വീട് പണി തുടങ്ങാറായിട്ടില്ല, തുടങ്ങുമോ ഇപ്പോഴെങ്ങാനും തുടങ്ങുമോ അതില്ലേ എന്ന് നോക്കും നയന. അതെന്താ അങ്ങനെ പറഞ്ഞത് നോക്കും. അല്ല ഒന്നും കാണുന്നില്ല, വീട് പണിയുടെ ഒന്നും കാണുന്നില്ല. അല്ല രജിസ്ട്രേഷൻ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ, അതിൻ്റെ ആൾ അമേരിക്കയിലാണ്, അയാൾ വന്നിട്ട് ഇപ്പോൾ 1 കോടി രൂപയെ കൊടുത്തിട്ടുള്ളൂ, ഇനിയും ബാക്കി കൊടുക്കണം. സെൻറ്റിന് 30 ലക്ഷം രൂപയാണ്, 3 കോടി എന്തോ ഒരു കഥ പറയുന്നുണ്ട് അയാൾ വില. അപ്പോൾ 1 കോടി കൊടുത്തിട്ടു, ബാക്കിയും കൂടി കൊടുത്തിട്ട് പിന്നെ കൺസ്ട്രക്ഷൻ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറയും. പിന്നെ അവിടെ എപ്പോഴും വഴക്കും പ്രശ്നമൊക്കെ അല്ലേ, അപ്പോൾ പിള്ളേർ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി താമസിക്കട്ടെ എന്ന് പറയും വേണു. അപ്പോൾ പറയും അവിടെ വലിയ വഴക്കും പ്രശ്നങ്ങളൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അവിടെ എന്താ വഴക്കും പ്രശ്നം, അവിടെ ഒന്നുമില്ല, ഒരു കുടുംബത്തിൻ്റെ സാധാരണ ഉണ്ടാവേണ്ട സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദേവയാനി. അപ്പോൾ പറയും അല്ല എന്നാൽ സ്വർണ്ണമൊക്കെ വിറ്റിട്ട് 1 കോടി രൂപയാണ് കൊടുത്തണത്, ഇനി ബാക്കി കൊടുക്കണം എന്ന് പറയും. അത് ഉടനെ കൊടുക്കുമോ എന്ന് ചോദിക്കും. അതിനെന്താ നിങ്ങൾക്കൊരു സംശയം, ആ നെക്ലസ് വരുത്തിയൊരു മേന അല്ലേ, അതൊരു നിവർത്തി. അപ്പോഴത്തെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ആ നെക്ലസ് കൊടുത്തു, അതൊക്കെ ഞാൻ അപ്പോൾ തന്നെ സോൾവ് ചെയ്തു. അപ്പോൾ ഒരു സംശയം വരുത്തി വെച്ചൊരു വിനയ് എന്നൊക്കെ ഇങ്ങനെ പറയും വേണു. സംശയമൊന്നുമില്ല, ഒക്കെ ഭംഗിയായിട്ടൊക്കെ നടന്നാൽ മതി, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ എന്നാൽ ശരി, എന്നാൽ ഞങ്ങൾ പോകാൻ നോക്കട്ടെ എന്ന് പറയും. ഇനിയിപ്പോൾ നടന്ന് കാണണം നോക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നറിയാം. അപ്പോൾ പിന്നെ കൺസ്ട്രക്ഷൻ എന്ന് തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചോദിക്കും ദേവയാനി. അപ്പോൾ കൺസ്ട്രക്ഷൻ അധികം വൈകാണ്ട് തുടങ്ങും, ബാക്കിയും കൂടി പൈസ കൊടുത്ത് നമ്മൾ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പിന്നെ കൺസ്ട്രക്ഷൻ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് അറിയാം. അപ്പോൾ ഇങ്ങനെ പൈസയുടെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ വേണ്ടെടുത്തൊഴിക്കും അറിയും. ഞങ്ങൾ അത്ര വലിയ മോശം ആൾക്കാരൊന്നും അല്ല കേട്ടോ, ഞങ്ങൾക്കും ധാരാളം പണക്കാർ തന്നെയാണ്, പാരമ്പര്യമായിട്ട് പണമുള്ള ആൾക്കാർ തന്നെയാണ്. അനന്തപുരിയിൽ അത്രയ്ക്ക് അങ്ങോട്ട് എത്തില്ലെങ്കിലും അത്യാവശ്യം അതിൻ്റെ താഴെ വരെയൊക്കെ ഞങ്ങളും വരും, മോശമൊന്നുമല്ലാത്ത പണക്കാർ തന്നെയാണ് ഞങ്ങളും എന്നിങ്ങനെ വേണു പറയണേ. അല്ല അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയും ദേവയാനി. എന്നിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്നാൽ ശരി, എന്നാൽ ഞങ്ങൾ പോകാൻ നോക്കട്ടെ എന്ന് പറയും. അപ്പോൾ കിരണിനെ ഏൽപ്പിക്കുക അല്ലേ കൺസ്ട്രക്ഷൻ എന്ന് പറയും. അപ്പോൾ കിരണിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ പ്രശ്നമല്ലേ, കള്ളത്തരങ്ങൾക്ക് കൊണ്ട് കള്ളത്തരല്ലേ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമല്ല അറിയും. അപ്പോൾ നയന പറയും അല്ല ഇവിടുത്തെ ഈ നാട്ടിലെ വമ്പൻ കൺസ്ട്രക്ഷൻ കമ്പനിയല്ലേ അവരുടെ പറയുമ്പോൾ അതൊന്നും വേണ്ട, നമുക്കിപ്പോൾ സാധാരണ ഒരു ഇത് മതിയല്ലോ, അതൊരു ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരത് അവിടെ നിന്ന് നോക്കി നടത്തി തരും എന്നറിയും. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോളൂ പറയും. എന്നാൽ നമുക്ക് പോവാം, മോള് ഞാൻ പോണ വഴിക്ക് കമ്പനിയിൽ ഇറക്കി തരാം എന്ന് പറയും, ഓഫീസിൽ ഇറക്കി തരാമെന്ന് പറയും നയനോട്. അപ്പോൾ ശരി അമ്മയെന്ന് പറയും. അപ്പോൾ ഇവള് അനാമിക പറയില്ല, ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോയിട്ട് അപ്പോൾ വീട്ടിൽ പോയിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുള്ളൂ പറയും.
ആ എന്നാൽ മോളെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നടന്ന് കാറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇതിൽ അമ്മയ്ക്ക് എന്തായാലും മനസ്സിലാവും മൊത്തം കള്ളത്തരാണ് എന്നറിയും. പിന്നെന്താ, അതിന് സംശയമൊന്നുമില്ലല്ലോ, മുഴുവൻ കള്ളത്തരം തന്നെയാണ് എന്നറിയാണ്. അങ്ങനെ ഇവർ കാറ് കയറി പോണത് നോക്കി വേണും കുടുംബവും നിൽക്കുന്നുണ്ട്. എവിടെ ചെന്നെത്തുമോ എന്തോ. എന്തായാലും നല്ല ഒരു എപ്പിസോഡാണ്. പത്രമാറ്റിനെ മിസ് ചെയ്യേണ്ട കാണുക. എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എന്നുള്ളത് അമർത്തി ഒരു ലൈക്കൊക്കെ ചെയ്ത് നമ്മളിത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.